അങ്ങനെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. യുഎഇയിൽ വിൻ്റർ സ്റ്റാർട്ടായാൽ പൊതുവേ കണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ക്യാമ്പിങ്ങിന് പോകുന്നതും ടെൻ്റ് അടിക്കുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോവാട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്നു ആൻഡ് മീ. പിന്നെ നന്നുനെ കൊണ്ട് പോകുന്ന ഫസ്റ്റ് ക്യാമ്പിംഗ് ആയതുകൊണ്ട് അതിനുള്ള പ്രിക്വേഷൻസ് ഒക്കെ നമ്മൾ എടുത്തിരുന്നു. പോകുന്ന പ്ലേസിൽ നല്ല തണുപ്പാണെന്നാണ് കേട്ടത്. അപ്പോൾ ബ്ലാങ്കറ്റും അവൾക്ക് വേണ്ട മെഡിസിൻസും ഫുഡും ഒക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടാണ് പോയത്. പിന്നെ ഈ സൂട്ട് കേസ് കണ്ടാൽ നമ്മൾ ദൂരെ എങ്ങാണ്ട് യാത്ര പോകാൻ തോന്നും. പക്ഷേ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ചെറിയ ബാഗ്സ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഈ ഒരു കുട്ടി സൂട്ട് കേസാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങി. പിന്നെ ഇതങ്ങനെ ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് ടെൻ്റ് അടിച്ചിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ രാത്രി 12:30 ആയി. അപ്പോൾ ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവും പിന്നെ അവിടെ ചെന്ന് ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും പിന്നെ സൺറൈസൊക്കെ കണ്ടിട്ട് തിരിച്ചു വരിക, അതായിരുന്നു പ്ലാൻ. പിന്നെ നമ്മൾ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കഫറ്റീരിയയിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ഷവർമയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം ചെറിയ സ്നാക്സും പിന്നെ ചെറിയ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ വിൻ്റർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ക്യാമ്പിങ്ങിനൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും കാണും കേട്ടോ. ടെൻറ്റും പിന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ചെയറും ടേബിൾസും പിന്നെ സ്റ്റൗവും ഒക്കെ കാണും. അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഇത്തവണ നമ്മൾ ഗ്രില്ല് പ്ലാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെയൊക്കെ ഇറങ്ങി അവിടെ പോയി നമ്മൾ സെറ്റാവണം. ഇവർ രണ്ടുപേരും കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്, ഷമീമും അഫ്രീം. അപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വഴി നിർത്തിയ കൂടെ നമ്മളൊരു ക്ലബ് സാൻഡ്വിച്ചും കൂടെ കഴിച്ചു കേട്ടോ. ഇപ്പം തന്നെ സമയം വെളുപ്പിനെ 4:30 ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. നമ്മൾ രാത്രിയിൽ അങ്ങനെ ഇരുന്നപ്പോൾ നമുക്കൊരു റോഡ് ട്രിപ്പ് പോയാലോ എന്നൊരു തോന്നലിൽ തുടങ്ങി പ്ലാൻ ചെയ്തു വന്നൊരു ക്യാമ്പിങ് ആട്ടോ ഇത്. ആദ്യം നമ്മുടെ പ്ലാൻ റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിൽ പോയി സൺറൈസ് കാണാമെന്നായിരുന്നു. പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റി ജബൽ ജെയ്സ് എന്നുള്ളത് ജബൽ ഇബർ എന്നൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സ്ട്രീറ്റ് ലൈറ്റ്സ് കാണുന്ന റോഡിലൂടെ വേണം നമുക്ക് അവിടെ എത്താൻ. ഇപ്പോൾ കുറച്ച് ഹെയർ പിൻ ബെൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല സ്റ്റീപ്പ് റോഡാണ്. പിന്നെ ഹൈറ്റ് കൂടും തോറും നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ജബൽ ഇബറിനെ പറ്റി പറയുകയാണെങ്കിൽ ജബൽ അൽ മെബ്ര എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ജബൽ ഇബറിന്. ഇത് യുഎഇയിലെ ഹജർ മൗണ്ടൻസിൻ്റെ വെസ്റ്റേൺ പാർട്ടിൽ ഫുജിയറയ്ക്കും റാസൽ ഖൈമയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ പല ആളുകൾ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പിങ്ങിനായിട്ട് കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരൊക്കെ രാത്രിയിലേ വന്നതാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല തണുപ്പായിരുന്നു. തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ ആ ടൈമിൽ. ഇവർ സ്ഥിരം ക്യാമ്പിങ്ങിന് പോകുന്ന ആളുകളായതുകൊണ്ട് ഇവരുടെ കയ്യിൽ അത്യാവശ്യം ക്യാമ്പിങ്ങിന് വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിയിൽ മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മളോട് എമിറേറ്റ്സ് ഐ ഡി ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം നല്ലൊരു ചൂട് കട്ടൻ ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഷെമീം നല്ല അടിപൊളി ഒരു കട്ടൻ ചായ ഇട്ട് നമുക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്കതൊന്നും വീഡിയോയിൽ ഇടാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും കുക്ക് ചെയ്യുന്നതിൻ്റെ വേസ്റ്റും ഒന്നും നമുക്ക് ഇവിടെ ഇടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒരു ഗാർബേജ് ബാഗിലാക്കി അടുത്തുള്ള ഡസ്റ്റ്ബിനിൽ ഇടണം. എനിക്ക് തോന്നുന്നു നമ്മളവിടെ നിന്ന ടൈമിൽ തന്നെ ഒരു 2 പ്രാവശ്യമെങ്കിലും അതിൻ്റെ അധികൃതരാണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അതുവഴി വണ്ടിയിൽ അവരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫുഡിൻ്റെ വേസ്റ്റൊന്നും അവിടെ ഇടരുത്, എല്ലാം ഡസ്റ്റ്ബിനിൽ ഇടണം നമ്മളെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഇവരിങ്ങനെ പോയി പറയുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ തന്നെ അതൊരു ഹാബിറ്റാവും. വേസ്റ്റ് ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക എന്നുള്ളത് അതൊരു ശീലമായി മാറും. ഒരിക്കലും നമുക്ക് താഴെ ഇടാൻ തോന്നില്ല.
അങ്ങനെ രാവിലെയായി, ഇപ്പം സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും തണുപ്പിന് ഒരു കുറവുമില്ലായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ മരയ്ക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം 8 മണിയായി. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സാധനങ്ങളെല്ലാം തിരിച്ച് അതുപോലെ തന്നെ സെറ്റാക്കി തിരിച്ച് കാറിൽ വെക്കണം. പിന്നെ വേസ്റ്റ് ഒന്നും അവിടെ ഇടാതെ അതൊക്കെ ഗാർബേജ് ബാഗിലാക്കി അതൊക്കെ നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ട് വേണം അവിടുന്ന് പോരാൻ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു കുട്ടി ക്യാമ്പിംഗ് വിശേഷങ്ങൾ. നമ്മൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ടെൻ്റൊക്കെ അടിച്ച് രാത്രിയിൽ അതിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കുക എന്നതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രാവശ്യമൊക്കെ അങ്ങനെയും പോയിട്ടുണ്ട്. ഇനി ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വിക്കായിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് ടെൻ്റ് അടിക്കാനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല. ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് വരിക, സൺറൈസ് കാണുക, അങ്ങനെ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിൻ്റർ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളല്ലോ, അപ്പോൾ ഇനിയും ക്യാമ്പിങ്ങിന് വരാനും ടെൻ്റ് അടിക്കാനും ഒക്കെ ഇനിയും ടൈമുണ്ട്. അപ്പം നമ്മൾ ഇനിയും എന്തായാലും ഇതുപോലെ ക്യാമ്പിങ്ങിന് വരും. പിന്നെ രാവിലെ ആയപ്പം എവിടുന്നോ കുറേ ആടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്നു കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് നന്നൂനൊന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞാൻ അടുത്തോട്ട് ചെല്ലും തോറും ആട് തിരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്തോട്ട് പോയില്ല. അങ്ങനെ നമ്മൾ നിരത്തി വെച്ച സാധനങ്ങളൊക്കെ അതുപോലെ എടുത്ത് മടക്കി തിരിച്ച് വെച്ച് അവിടെയൊക്കെ നീറ്റാണെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ വേസ്റ്റൊക്കെ ഗാർബേജ് ബാഗിലും ആക്കി ഡസ്റ്റ്ബിന്നിലിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അങ്ങോട്ട് പോയത് ആ ഒരു വെളുപ്പിനെ ഇരുട്ടുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ ഫുൾ സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമേ കാണാനുള്ളായിരുന്നുള്ളൂ. അപ്പോൾ റോഡ് സൈഡിലെ ആ ഒരു വ്യൂ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോവാം. പിന്നെ ഈ മലയിൽ നിന്ന് ഇറങ്ങുന്ന ആ ടൈമിൽ ആ ഒരു വഴിയൊക്കെ കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ റോഡൊക്കെ നല്ല നീറ്റായിരുന്നു. അപ്പോൾ സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റോഡായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ക്യാമ്പിങ്ങിന് പോയ വിശേഷങ്ങൾ. ഇതൊരു ചെറിയ രീതിയിലുള്ള ക്യാമ്പിംഗ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 8:30 ആയി. അങ്ങനെ നമ്മൾ കയറി വന്ന് ഹെയർ പിൻ ആ റോഡൊക്കെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.